സോഷ്യലിസ്റ്റ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. റെയിൽവേ, വാർത്താവിനിമയം, വ്യവസായം വകുപ്പുകളുടെ ചുമതല വഹിച്ചു. പൊഖ്റാൻ ആണവ പരീക്ഷണ കാലത്തും കാർഗിൽ യുദ്ധസമയത്തും പ്രതിരോധ മന്ത്രിയായിരുന്നു. 9 തവണ ലോക്സഭാംഗമായി. അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർത്ത നേതാവാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്? വിവരങ്ങൾ എന്താണ്? സനീഷ് 9:30 കൂടിയാണ് മുൻ കേന്ദ്രമന്ത്രിയും ജനതാ നേതാവുമായ ജോർജ് ഫെർണാണ്ടസിന്റെ അന്ത്യം സംഭവിച്ചത്. ഡൽഹിയിലെ സ്വകാര്യ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2010 മുതൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ഏറെക്കാലമായി അദ്ദേഹം ചികിത്സയിലുമായിരുന്നു. നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലടക്കം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന നേതാവ് കൂടിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. പ്രത്യേകിച്ച് തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനാകുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്ത നേതാവായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള തൊഴിലാളി സമരങ്ങൾ ഇന്ദിരാഗാന്ധിയെ പോലും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രക്ഷോഭമായിരുന്നു അദ്ദേഹത്തിന് നയിക്കാൻ സാധിച്ചത്. റെയിൽവേയിലെ ജീവനക്കാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള നേതാവ് കൂടിയാണ് ജോർജ് ഫെർണാണ്ടസ്. ആ നിലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരികയും പ്രധാനപ്പെട്ട വകുപ്പുകൾ, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിരോധം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത ചുരുക്കം ചില നേതാക്കളിൽ ഒരാളോട് കൂടിയാണ് ജോർജ് ഫെർണാണ്ടസ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ BJP പാളയത്തിലേക്ക് അടുക്കുകയും പിന്നീട് ദേശീയ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തിന് കളമൊരുക്കുന്ന തരത്തിൽ മുന്നണി പോരാളിയായി നിൽക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ വലിയ വിമർശനങ്ങൾ രാഷ്ട്രീയ പാളയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടിയും വരുന്നിരുന്നു. പ്രത്യേകിച്ച് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ പിന്തുണയ്ക്കുന്ന BJPയുമായി അദ്ദേഹം കൈകോർക്കുന്നു എന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്തതാണ്. എങ്കിലും BJPയുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിൽ തന്നെ ജോർജ് ഫെർണാണ്ടസ് ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ആ നിലയിൽ അദ്ദേഹം രാജ്യത്തിന്റെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ജനാധിപത്യ സഖ്യത്തിന്റെ കൺവീനറായി ജോർജ് ഫെർണാണ്ടസ് മാറിയ സാഹചര്യമുണ്ടായിരുന്നു. വിവിധ മന്ത്രിസഭകളിൽ അദ്ദേഹം റെയിൽവേ, വ്യവസായം, പ്രതിരോധം ഉൾപ്പെടെയുള്ള നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. മൊറാർജി ദേശായി മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹം വ്യവസായ മന്ത്രി ആയിരിക്കുന്നത്. ഈ സമയത്ത് കോർപ്പറേറ്റ് കമ്പനികളോട് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ വലിയ തോതിൽ ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ടതാണ്. കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യ വിട്ടു പോകണമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ജോർജ് ഫെർണാണ്ടസിന് സാധിക്കുകയും ചെയ്തിരുന്നു. കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹം പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തത്. ആ സമയത്ത് തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച കാർഗിൽ യുദ്ധം നമുക്കറിയാം, വലിയ വിജയമായി അത് പിന്നീട് മാറുകയും ചെയ്തിരുന്നു. ശക്തമായ പോരാട്ടത്തിനൊടുവിലായിരുന്നു പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇത്തരം സുപ്രധാനമായ സമയങ്ങളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലടക്കം നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത നേതാവ് കൂടിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. സനീഷ്, സോഷ്യലിസ്റ്റ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ ജോർജ് ഫെർണാണ്ടസ് ആണ് അല്പസമയം മുമ്പ് അന്തരിച്ചത്. അദ്ദേഹം വർഷങ്ങളായി അസുഖബാധിതനായി അൽഷിമേഴ്സ് രോഗത്തിന് അടിപ്പെട്ട് മറവി രോഗത്തിന് അടിമപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ വിപ്ലവ നേതാവിൽ നിന്ന് വാജ്പേയി സർക്കാരിലെ പ്രതിരോധ മന്ത്രി എന്ന നിലയിലേക്ക് വളർന്നു വന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തിനാണ് ഇതോടുകൂടി അവസാനമുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ സ്വകാര്യ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് അന്ത്യമുണ്ടായത്. 88 വയസ്സായിരുന്നു. അൽഷിമേഴ്സും പാർക്കിൻസൺസ് രോഗവും ആയിരുന്നു അദ്ദേഹത്തെ ബാധിച്ചിരുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ദേശീയ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി നിൽക്കുന്ന ബദൽ രാഷ്ട്രീയ പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇന്നിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. സോഷ്യലിസ്റ്റ് നേതാവായിട്ടാണ് തുടങ്ങിയത്. അടിയന്തരാവസ്ഥ കാലത്തെ അത്യധികം വിപ്ലവകരമായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ തന്നെയും നേരിട്ട് ഭയപ്പെടുത്തിയ നിരവധി തൊഴിലാളി സമരങ്ങൾ നയിച്ച ജോർജ് ഫെർണാണ്ടസ് പിന്നീട് രാഷ്ട്രീയത്തിൻ്റെ പലതരം ചുഴികളിലൂടെയും മലരുകളിലൂടെയും കടന്നു വന്ന് വാജ്പേയി സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരിക്കുകയായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൊക്കെ നേതൃത്വം നൽകുകയും അദ്ദേഹം ചെയ്തു. തെക്കേ ഇന്ത്യയിൽ ജനിച്ച് മുംബൈയിൽ രാഷ്ട്രീയം പഠിച്ച് ഡൽഹിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയത്.
ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഈ നിലയിലേക്ക് വളർന്ന ഏറ്റവും അപൂർവം നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്ന വിവരം കൂടെയുണ്ട്. കെ പി അഭിലാഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഈ സോഷ്യലിസ്റ്റ് നേതാവ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ട് വലിയ സമരങ്ങൾ നയിച്ച തൊഴിലാളി നേതാവ്, ഈ നിലയിൽ നിന്ന് വാജ്പേയി സർക്കാരിലെ BJP നേതൃത്വം നൽകുന്ന സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രി എന്ന നിലയിലേക്കുള്ള വളർച്ചയെ ഏത് നിലക്കാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനകത്ത് നിശ്ചയിച്ചു വെച്ചിരുന്നത്? അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ആ കാലത്ത് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏത് നിലക്കാണ് രാജ്യത്തിന്? സനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തെക്കേ ഇന്ത്യയിൽ ജനിച്ച ഒരു നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ ശോഭിക്കുക എന്നത് ആ കാലഘട്ടത്തിൽ വളരെ വിരളമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ജോർജ് ഫെർണാണ്ടസിന്റെ പ്രവർത്തനങ്ങൾ. തെക്കേ